പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മളുടെ ബൈബിൾ പഠനം തുടരുകയാണ്. സാമുവേലിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് 1ഉം 2ഉം സാമുവേൽ കഴിഞ്ഞ് രാജാക്കന്മാരുടെ ഗ്രന്ഥത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുകയും നാം എവിടെ ആരംഭിച്ചത്? സാമുവേൽ എൽക്കാനായും ഹന്നായും പെനീനായും ഷീലോയിലെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകുന്നത് തൊട്ട് പിന്നീട് ഹന്നായുടെ കീർത്തനം, ഹന്നായുടെ പ്രാർത്ഥന ഫലമായിട്ടുണ്ടാകുന്ന സാമൂയേൽ, ഞാൻ ചോദിച്ച് വാങ്ങിയ വ്യക്തി, പിന്നീട് അങ്ങോട്ട് സാമൂവേലിൻ്റെ രംഗപ്രവേശം, ഏലി പുരോഹിതൻ്റെ അവസാന പരാജയം, ഏലിയുടെ മക്കളുടെ ദാരുണാന്ത്യം, ഫിലിസ്ത്യരുമായിട്ടുള്ള യുദ്ധം, തുടർന്ന് കടന്നു വരുന്ന സാഹചര്യത്തിൽ രാജാവിന് വേണ്ടിയുള്ള മുറവിളിയിൽ വളരെ കൃത്യമായി ദൈവമാണ് നിങ്ങളുടെ രാജാവെന്ന് പറഞ്ഞിട്ട് അനുസരിക്കാത്ത ജനം മറ്റു ജനതകളെപ്പോലെ ഞങ്ങൾക്ക് രാജാവിനെ വേണം എന്ന് നിർബന്ധിച്ചപ്പോൾ ദൈവം തന്നെ കൊടുക്കൂ എന്ന് പറഞ്ഞ് രാജാവിനെ വേണ്ടി മുറവിളി കൂട്ടിയപ്പോൾ ആദ്യത്തെ രാജാവായി സാവൂൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് നാം കാണുന്നു. സാവൂൾ ആദ്യഘട്ടങ്ങളിലൊക്കെ താൻ തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കുകയും ശത്രുക്കളെ രക്ഷിക്കുകയും പോയി എങ്കിലും ദുരാത്മാവുള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ സാവൂളിൻ്റെ സ്വഭാവം മാറി. കിന്നരം വായിച്ച് തന്നെ സാന്ത്വനപ്പെടുത്തുവാൻ കൊട്ടാരത്തിൽ വന്ന ദാവീദ് അസാധാരണ വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് കണ്ട് ഗോലിയാത്തിനെ വീഴ്ച കഴിഞ്ഞപ്പം സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ കീർത്തനം ആലപിച്ചതിൻ്റെ ഫലമായി അതിഭയങ്കരമായ അസൂയ ഉണ്ടാവുകയും ആ അസൂയയുടെ ഫലമായിട്ട് അവനെ വധിക്കാൻ ശ്രമിക്കുകയും ഭിത്തിയിൽ ചാരി നിർത്തി കൊണ്ട് എറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചതിൽ നിന്നൊക്കെ ദൈവം രക്ഷിച്ച് തൻ്റെ പുത്രൻ യോനാഥനിലൂടെ കൊട്ടാരത്തിൽ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്ന ദാവീദിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ട്. ദൈവം പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരികയാണ്. ജസയുടെ മക്കളിൽ 8 പേരിൽ 7 പേരെ മാറ്റി നിർത്തിയിട്ട് അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് യുദ്ധനൈപുണ്യം പ്രകടിപ്പിച്ച കാലഘട്ടങ്ങളിൽ വെറും ആട്ടനായിട്ട് നടന്ന ആളിനെ തെരഞ്ഞു പിടിച്ചു കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത രാജാവായി ദൈവം നിശ്ചയിച്ച രീതിയിൽ കൊണ്ടുവരുന്നതാണ് നാം കാണുക. ദുരാത്മാവ് ബാധിച്ച സാവൂൾ അവസാനം ദുരാത്മാവിനാൽ പിടിക്കപ്പെടുകയും അവസാനം ഒരു ആത്മഹത്യ എന്ന രീതിയിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ പിന്നീട് അങ്ങോട്ട് ദാവീദ് തൻ്റെ അഭിഷേക ജീവിതത്തിലേക്ക് കടക്കുന്നതും അടിഘട്ടങ്ങളൊക്കെ ഉള്ള ഭംഗിയായിട്ട് സാമ്രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി അധ്വാനിച്ച സാമ്രാജ്യം വിപുലീകരിക്കുന്നതും ഐശ്വര്യവും സമാധാനവും സമൃദ്ധിയും ഒക്കെ കൈവരുന്നതും, പക്ഷേ 2ാം ഘട്ടം 3ാം ഘട്ടമൊക്കെ ആയപ്പോൾ വീണ്ടും വീഴ്ച പറ്റി വലിയ പടുകുഴിയിലേക്ക് വീഴുകയും, പക്ഷേ വീണിട്ടും അവിടെ നിന്ന് മനസ്തവിച്ച് സങ്കടപ്പെട്ട് അനുദപിച്ച് പരിഹാരം ചെയ്ത് കയറി വരികയും പക്ഷേ ചെയ്ത പാപത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. നിൻ്റെ കുടുപ്പിൽ നിന്ന് വാളൊട്ടും ഒഴുക്കിലും വിട്ടുമാറുകയില്ല പറഞ്ഞതിൻ്റെ ഫലമായി തൻ്റെ മക്കളിലൂടെ തന്നെ കലാപം ഉണ്ടാവുകയും തൻ്റെ മക്കൾ തന്നെ പലരും വധിക്കപ്പെടുകയും താൻ ചെയ്ത തെറ്റിന് പരിണിത ഫലമായിട്ട് മക്കളുടെ സ്വഭാവത്തിൽ അത് തന്നെ കലരുകയും ചെയ്തപ്പോൾ ദുഃഖിതനായ അപ്പൻ മക്കളുടെ വേദനയിൽ കഴിഞ്ഞുകൂടി സാനം മകൻ അബ്സലോം കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് രാജഭരണം പിടിക്കാൻ വേണ്ടി അപ്പനെ വധിക്കാൻ ശ്രമിച്ചതിൻ്റെ പരിണിത ഫലമായി അവസാനം വധിക്കാൻ വന്നവൻ വധിക്കപ്പെടുന്നതും രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുന്നതുമായ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടു. സാമുവേലിൻ്റെ പുസ്തകത്തിൻ്റെ 1ഉം 2ഉം പുസ്തകങ്ങളെ പ്രമേയങ്ങളും വിവരണങ്ങളും ഇതൊക്കെയായിരുന്നു. പിന്നീട് അങ്ങനെയുള്ള യാത്രയിലാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്ന രാജാക്കന്മാരുടെ ഗ്രന്ഥം വരുമ്പോൾ അവിടെ ആ പ്രധാനപ്പെട്ട ചിത്രം കാണുന്നത് സോളമനാണ്. സോളമൻ്റെ ചിത്രത്തോട് ചേർന്ന് പോകുന്നു അടുത്ത രാജാക്കന്മാർ വരും, രാജ്യം പിളരുന്നതും പിന്നെ 2 രാജ്യങ്ങളായിട്ട് മാറുന്നതും 2 രാജ്യങ്ങളിലൂടെ 2 നിര രാജാക്കന്മാർ വരുന്നതും അവർക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ അവിശ്വസ്തരായി തീർന്നുകൊണ്ട് ശിക്ഷ അനുഭവിക്കുന്നതും BC 721 വടക്കൻ ഇസ്രായേൽ നാമാവശേഷമാകുന്നതും 2 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് 587
യൂദായും തകർന്ന് വിപ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യുന്നതും. അങ്ങനെ സോളമൻ തൊട്ട വിപ്രവാസം വരെയുള്ള കാര്യങ്ങളാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം കാണാൻ പോകുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് വായിച്ചു പോകുമ്പോൾ ഒരു ചരിത്രം അത് വിവരിച്ച് പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാം. അങ്ങനെ കാണരുത്. മറ്റ് ചരിത്ര ഗ്രന്ഥങ്ങൾ പോലെ ഗ്രന്ഥത്തെ കാണാൻ പാടില്ല. ചരിത്രമുണ്ട് ഇതിനകത്ത്, ചരിത്രമാണത്. പക്ഷേ രക്ഷാകര ചരിത്രമാണ്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി ഇറങ്ങി വന്ന മനുഷ്യൻ അതിന് വിധേയപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ വിശുദ്ധ ഗ്രന്ഥകാരന്മാരും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ വിവരിച്ചു വച്ചിരിക്കുന്ന കാര്യം ഒരു ചരിത്രത്തിന് സംഭവമായിട്ട് അവിടെ നിൽക്കുന്നതല്ല, എല്ലാ കാലത്തേക്കും റിപ്പീറ്റ് ചെയ്യുന്ന സംഗതിയാണ് എന്ന കാര്യം അനുസ്മരിക്കണം. അതിൻ്റെ ഓരോ ഭാഗം എടുക്കുമ്പോഴും അതെല്ലാ കാലത്തും ആവർത്തിക്കപ്പെടുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ 2 പ്രവാചകന്മാർ ദീർഘമായിട്ട് വിവരിക്കുന്നുണ്ട്. ഒന്ന് ഏലിയ പ്രവാചകൻ, പിന്നെ എലീശ പ്രവാചകൻ. ഏലിയ പ്രവാചകൻ്റെ കാലഘട്ടത്തിലാണ് ഭയങ്കരമായ വടക്കൻ ഇസ്രായേലിലാണ് ഈ പ്രവാചകന്മാർ ഏലിയയും എലീശയും ആമോസും ഒക്കെ കടന്നു വരുന്നത്. അവിടെ ഹോസിയ കടന്നു വരുന്നത് അവിടെയാണ്. യെശയ്യായും ഒക്കെ വരുന്നത് യൂദായിലാണ് കടന്നു വരിക, യെരമ്യായും ഒക്കെ. ഇപ്പോൾ ഏലിയ പ്രവാചകൻ്റെ കാലഘട്ടത്തിലാണ് ആഹാബ് രാജാവിൻ്റെ ഭാര്യ ജസബേലും പരിപൂർണമായിട്ട് ദൈവത്തിലുള്ള വിശ്വാസം നിഷേധിച്ച്, യഹോവയിലെ വിശ്വാസം നിഷേധിക്കുക മാത്രമല്ല, വിഗ്രഹാരാധന നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ദൈവത്തിൽ അതാ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന വിമോചനം നൽകി വിമോചകനായി യഹോവയിലെ വിശ്വാസത്തെ നിരോധിക്കുകയും ചെയ്തപ്പോൾ ഒറ്റയാൾ പട്ടാളം പോലെ കടന്നു ചെല്ലുന്നതാണ് ഏലിയായുടെ കാര്യത്തിൽ കാണാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ആ ചരിത്രം എങ്ങനെ ഇന്ന് ആവർത്തിക്കപ്പെടുന്നത് അതാ പറയാൻ പോകുന്നത്. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ വിശ്വാസം വളരുകയും കുളരുകയും തളരുകയും വീണ്ടും ഉയർത്തി നിൽക്കുകയും ചെയ്യും. ചില ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ ദൈവം നൽകിയ ദൈവിക വെളിപാടിൻ്റെ സത്യങ്ങളൊക്കെ മറഞ്ഞു പോകും, ചാരത്തിൽ മൂടിപ്പോകാനിടയുള്ളൂ. ചില ഘട്ടങ്ങളിൽ ഭൗതികത കയറി ആളിക്കത്തിയിട്ട് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ വിശ്വാസ സത്യങ്ങൾക്ക് അവബോധമില്ലാത്ത കാലഘട്ടം വരും. ഇപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ഇതൊക്കെ താരതമ്യം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഏലിയായുടെ കാലഘട്ടത്തിൽ ഉണ്ടായിടത്തോളം വിശ്വാസ വൈപരീത്യം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. സർവരെയും വധിച്ചു കളഞ്ഞു, വിശ്വസിക്കുന്ന സർവ്വസമൂഹത്തെയും കൊന്നു, ഇല്ലാണ്ടാക്കി. ഏലിയ പ്രവാചകൻ തന്നെ പറയുന്നു, നിൻ്റെ എല്ലാ പുരോഗമനവും കൊന്നു, ഇനി ഞാൻ മാത്രം അവശേഷിക്കുന്നുള്ളൂ എന്ന് പറയത്തക്ക രീതിയിൽ ഒറ്റയായിപ്പോയി ഒറ്റയാൾ പട്ടാളം അവിടെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്ത് ദൈവത്തിന് ഇടപെടലിനെ വിളിച്ചു വരുത്തിയിട്ട് 3 വർഷത്തെ ആ വലിയ വേനലിലൂടെ പാഠം പഠിപ്പിച്ച് പിന്നെ അവസാനം കാർമൽ മലയുടെ ആ ബലിയർപ്പണത്തിലൂടെ ജനം കാൺകെ ദൈവം ഏലിയായുടെ ബലി സ്വീകരിക്കുന്നതും ബാലിൻ്റെ പുരോഹിതന്മാർ നിഷ്കാസരാകുന്നതും കാണുകയാണ് നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ, ചരിത്രം വായിക്കുമ്പോൾ നമ്മളെന്താ ചരിത്രത്തിൽ നടന്നൊരു സംഭവത്തെ ഓർക്കുകയല്ല, ആ സംഭവം ഇന്ന് ആവർത്തിക്കുന്നു നമ്മിലൂടെ എന്നത് കാണാൻ കഴിയുമ്പോഴാണ് വിശുദ്ധ ഗ്രന്ഥ പഠനം അർത്ഥമുള്ളതായിട്ട് തീരുക. അത് ഇന്നിലൂടെ ആവർത്തിക്കുന്നു. പരാതിപ്പെടുന്നുണ്ടല്ലോ എന്ന ആളുകൾ മനുഷ്യനെ വിശ്വാസത്തിനകന്നു പോകുന്നു, ദേവാലയത്തിൽ നിന്നകന്നു പോകുന്നു, ദൈവത്തിൽ നിന്നകന്നു പോകുന്നു, സഭയിൽ നിന്നകന്നു പോകുന്നു, ഒക്കെ ഭയങ്കരമായ വലിയ വിലാപങ്ങൾ നമുക്ക് കേൾക്കുന്നുണ്ട്. കുറേയൊക്കെ ശരി തന്നെയാണ്. ദൈവവിളി ഇല്ലാതായി തീരുന്നു, ദൈവവിളി ഉള്ളവർ തന്നെ വഴിതെറ്റി പോകുന്നു, ഭയങ്കരമായ രീതിയിൽ നയിക്കേണ്ട ആൾക്കാർ വഴിതെറ്റുന്നു, മെത്രാന്മാർ വഴിതെറ്റുന്നു. ഇതൊക്കെ നമ്മളെന്നും കേൾക്കുന്ന പല്ലവിയാണ്. അങ്ങനെ കേൾക്കുന്ന അവസരത്തിലാണ് ഈ പോയിൻ്റ് ഓഫ് റെഫറൻസ് നേരെ വേദപുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഏലിയ പ്രവാചകൻ്റെ കാലഘട്ടം താരതമ്യം ചെയ്യുമ്പോൾ ഇതൊന്നും ഒന്നുമേ അല്ല എന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയും. നാം വിചാരിക്കുന്ന പോലെയല്ല ദൈവത്തിൻ്റെ പദ്ധതി. ഏലിയ പ്രവാചകൻ പോലും വിചാരിച്ച് ദൈവത്തോട് പറഞ്ഞു, നിനക്ക് വേണ്ടി ഇനി ആരുമില്ല, എല്ലാവരും വധിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ കൂടി തലയെടുക്കാൻ രാജ്ഞി കൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നിലവിക്കുമ്പോൾ ദൈവം പറയുന്നു, മണ്ടൻ. എന്നിട്ട് എന്താ പറഞ്ഞത്? ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 വരെ ഞാൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അദൃശ്യമായ സംഗതിയാണ്. കർത്താവേ തനിക്ക് വേണ്ടി ആളുകളെ അവശേഷിപ്പിച്ചിട്ടുണ്ടെന്ന് നിനക്ക് കാണണമെന്നില്ല. നീ കാണും നിൻ്റെ സഭയിൽ ആളുകൾ കുറഞ്ഞു പോയേക്കാം, പക്ഷേ കർത്താവ് തനിക്ക് വേണ്ടി ആൾ അവശേഷിപ്പിച്ചിട്ടുണ്ട്. നിന്നെ ഏൽപ്പിച്ച ജോലി നീ ചെയ്യ് എന്ന് പറയുമ്പോൾ അത് ഇന്ന് എങ്ങനെയാണ് നമ്മളെ ഉത്തേജിപ്പിക്കുന്നത്? നമ്മളെ ഉത്തേജിപ്പിക്കുകയല്ലേ? നമ്മെ ഏൽപ്പിച്ച ജോലി നാം ചെയ്യുക, ബാക്കി കാര്യങ്ങൾ ദൈവത്തിൻ്റെ കാര്യങ്ങളല്ല. നമ്മുടേതല്ല സഭ, ദൈവത്തിൻ്റേതാണ് സഭ.
ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നാം സ്വയം വിശ്വാസം സംരക്ഷിക്കുകയും അത് പങ്കിടുകയും ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് ഈ ചരിത്രഭാഗങ്ങൾ പഠിക്കാൻ ഒരുങ്ങുമ്പോൾ ഓർക്കണം, ഈ ചരിത്രം റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ചരിത്രമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥകാരന്മാർ ചരിത്രം വിവരിക്കുന്ന വെറും സാധാരണ ചരിത്രം പോലെ വിവരിക്കുകയല്ല, അതിലൂടെ ദൈവനിവേശനത്തിൻ്റെ ഫലമായി രക്ഷാകര ചരിത്രത്തിൻ്റെ ആവിഷ്കാരം നടക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നാം തിരിഞ്ഞു വരുന്നത് എങ്ങോട്ടാണ്? ദാവീദിൻ്റെ കത്ത് നമ്മൾ കണ്ടിട്ട് സോളമൻ രാജാവായിട്ട് വരാൻ പോകുന്നു. ഇതാണ് നാം കാണാൻ പോകുന്ന അടുത്ത പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മഹത്വത്തിൻ്റെ ഉച്ചകോടിയിലെത്തുകയാണ്. സോളമൻ്റെ കാലഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ മഹത്വത്തിൻ്റെ ഉച്ചകോടിയിലെത്തി. എല്ലാ വിധത്തിലും എല്ലാ സാമ്രാജ്യ അതിർത്തിയിലും പരിപൂർണ്ണ സുരക്ഷിതത്വം, മനുഷ്യന് സമ്പൽ സമൃദ്ധി, ഐശ്വര്യം, വളരെ മനോഹരമായ രീതിയിൽ ദേവാലയം പണിതും അതുപോലെ തന്നെ രാജകൊട്ടാരം പണിതും അങ്ങ് അതിശക്തമായ സാമ്രാജ്യമായിട്ട് തീരുകയാണ്. പക്ഷേ സോളമൻ്റെ രണ്ടാം ഘട്ടം വരുമ്പോൾ അവിശ്വസ്തതയുടെ നിഴലാട്ടം. വിഗ്രഹാരാധകരായ രാജാക്കന്മാരുടെ മക്കളെ വിവാഹം ചെയ്തതിലൂടെ വിഗ്രഹാരാധന നുഴഞ്ഞു കയറുകയും അങ്ങനെ സോളമനെ കൊണ്ട് തന്നെ പലയിടത്തും മറ്റ് വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യുന്ന ദുരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ദൈവം നേരിട്ട് ഇടപെടുകയാണ്. നിൻ്റെ അപ്പനെ ഓർത്ത് നിന്നിൽ ഞാൻ രാജ്യം തിരിച്ചെടുക്കുന്നില്ല, പക്ഷേ നിൻ്റെ പുത്രനിൽ ഞാൻ രാജ്യം തിരിച്ചെടുക്കും. ഇതാണ് അവിടെ പറഞ്ഞത്. സോളമൻ വിവേകിയാണ്, സോളമൻ വിജ്ഞാനിയാണ്. സോളമൻ്റെ പേരിൽ എത്രയോ ഗ്രന്ഥങ്ങൾ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്, പ്രഭാഷകനുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. 4 ഗ്രന്ഥങ്ങൾ, ഉത്തമഗീതം ഉൾപ്പെടെയുള്ള സുഭാഷിതങ്ങൾ ഉൾപ്പെടെയുള്ള 4 ഗ്രന്ഥമൊക്കെ ഉണ്ട്. വിജ്ഞാനിയാണ്, പക്ഷേ ഈ വിജ്ഞാനി വഴിതെറ്റിപ്പോയി. അവസാനം വാർദ്ധക്യത്തിലെത്തിയപ്പോഴത്തേക്കും തൻ്റെ ഭാര്യമാർ വഴി ഭയങ്കരമായ രീതി വഴിതെറ്റിയപ്പോൾ കഠിനമായ ശിക്ഷ. അപ്പനെ ഓർത്ത് നിന്നിൽ നിന്ന് ഞാൻ രാജ്യം തിരിച്ചെടുക്കുന്നില്ല എന്ന് പറയുന്ന ഭാഗം ഓർത്തിരിക്കേണ്ടതാണ്. അതെങ്ങനെ പ്രാവർത്തികമാകുന്നത്? അടുത്ത ഘട്ടം വരുന്നതാണ്. ഏതാ അടുത്ത ഘട്ടം? തൻ്റെ പുത്രൻ റഹോബുവാം 40 വർഷം ഭരിച്ചതിന് ശേഷം സോളമൻ കടന്നുപോയി. റഹോബുവാം കടന്നു വരികയാണ്. ആ റഹോബുവാം കടന്നു വന്നപ്പം തൻ്റെ കൗൺസിലേഴ്സിനെ നിയമിച്ചു, കൗൺസിലർമാരെ നിയമിച്ചു. ചെറുപ്പക്കാരിൽ നിന്ന് അപ്പൻ്റെ കൗൺസിലർമാരെ വിളിച്ചു. അപ്പൻ്റെ കൗൺസിലർമാരോട് ചോദിച്ചു, നയം എന്തായിരിക്കണം, ഭരണത്തിൻ്റെ പോളിസി അത് അവതരിപ്പിക്കേണ്ടതുണ്ട്, സ്ഥാനാരോഹണ ചടങ്ങിൽ അത് അവതരിപ്പിക്കേണ്ടതുണ്ട്, എന്തായിരിക്കും? അവർ പറഞ്ഞു, അതായത് നമുക്കിപ്പോൾ സുഭിക്ഷതയുണ്ട്, സാമ്രാജ്യത്തിന് സ്ഥിരതയുണ്ട്, ശത്രു എല്ലാം തീർന്നിരിക്കും, സമാധാനമുണ്ട്. പക്ഷെ ഒരു കാര്യം, ഇത് ഇത്രയും വളരാൻ വേണ്ടി നിൻ്റെ അപ്പൻ ഒരുപാട് ക്രൂരത ചെയ്തിട്ടുണ്ട്. കാര്യമായി വിജ്ഞാനിയൊക്കെയാണ്. ഒരുപാട് പാവങ്ങളെ പീഡിപ്പിച്ചാണ് ഈ കൊട്ടാരമൊക്കെ പണിയിപ്പിച്ചിരിക്കും. തോക്കിൻ്റെ മുനയിൽ നിർത്തിക്കൊണ്ട് പണിയിപ്പിച്ചു. ഭയങ്കരമായ സാമ്പത്തികം പിഴിഞ്ഞു. നികുതിപ്പണം വഹിക്കാൻ വയ്യാത്ത നികുതി ചുമതലയേറ്റ്. അത് നീ ഒരു കാര്യം ചെയ്യണം, നീ ഇതൊക്കെ വെട്ടിക്കുറയ്ക്കണം. അതെൻ്റെ അപ്പൻ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഇനി നിങ്ങൾക്ക് സ്വസ്ഥമായിരിക്കുക, അതുകൊണ്ട് നീ കുറച്ച് നികുതി പകുതി വെട്ടിക്കുറയ്ക്കുക. എന്നിട്ട് ഈ പീഡനം ഇനി പാടില്ല, ഇനി അടിമപ്പണി ഇനി പാടില്ല, മനുഷ്യ സ്വാതന്ത്ര്യം നേടണം. ഇതായിരുന്നു ഉപദേശം. വളരെ പക്വമായ അനുഭവകരമായ ഉപദേശമാണ് കൊടുത്തത്. പക്ഷേ എന്നാ സംഭവിച്ചേ? ചെറുപ്പക്കാരെ വിളിച്ച് ചോദിച്ചപ്പോൾ ചെറുപ്പക്കാർ കൊടുത്ത ഉപദേശം നേരെ തിരിച്ചായിരുന്നു. നിൻ്റെ അപ്പനെ ചാട്ടവാറ് കൊണ്ട് അടിച്ചെങ്കിൽ നീ മുൾച്ചാട്ടം കൊണ്ടടിക്കണം. നോക്കണേ, നിൻ്റെ അപ്പൻ നികുതി ചുമത്തിയെങ്കിൽ അതിൻ്റെ നീ ഇരട്ടി ചുമത്തണം, അല്ലെങ്കിൽ ട്രഷറിയിൽ കാശുണ്ടാവില്ല. നീ തല്ലിയില്ലെങ്കിൽ നിന്നെ പേടിയുണ്ടാവില്ല. അങ്ങനെ ആലോചിച്ച് നോക്കിയപ്പം ചെറുപ്പക്കാർ പറഞ്ഞതാണ് സ്വീകരിക്കാൻ ചെറുപ്പക്കാരനായ രാജകുമാരന് തോന്നിയത്. ചെറുപ്പക്കാരായ കൗൺസിലറിൻ്റെ ഉപദേശം സ്ഥാനാരോഹണ ചടങ്ങിൽ വെച്ച് അദ്ദേഹം ശക്തമായ രീതിയിൽ അങ്ങോട്ട് പ്രഘോഷിച്ചു. എല്ലാവരും വന്നിരിക്കുക. 12 ഗോത്രങ്ങളിലെ ആൾക്കാരുണ്ട്. യൂദായും ബെഞ്ചമിനും അതുപോലെ മറ്റ് 10 ഗോത്രങ്ങളും ഒക്കെ അണിനിരന്നിരിക്കുമ്പോഴാണ് എട്ടുനാടും പൊട്ട ഈ ഭയങ്കര പ്രത്യയശാസ്ത്രത്തിൻ്റെ നയപ്രഖ്യാപനം നടക്കുന്ന ഇളവ് കേസായി ഭയങ്കരമായിട്ട് ഇളകി. ജെറോബോവാം എന്ന് പറയുന്ന സർവ്വസൈന്യാധിപന്റെ നേതൃത്വത്തിൽ 10 ഗോത്രങ്ങളിൽ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, ഇനി മേലിൽ ദാവീദ് കുടുംബവുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല, ഞങ്ങൾ പോകുന്നു. റിയാക്ഷനാണ്. അങ്ങനെ രാജ്യം രണ്ടായിട്ട് പിളരുകയാണ്. രണ്ടായിട്ട് പിളർന്നപ്പോൾ വടക്കൻ ഇസ്രായേലിൻ്റെ പേരോടുകൂടി 10 ഗോത്രങ്ങൾ തിരിഞ്ഞ്
ജെറൂസലേമിന് പകരം സമറിയയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തലസ്ഥാനമാക്കി യെറോബോവാം ഭരണം തുടർന്നു. ആ പോക്കിൽ 19 രാജാക്കന്മാരുണ്ടായി. ആ ലൈനിൽ അവരെല്ലാം തന്നെ യഹോവയ്ക്ക് വിരുദ്ധരായ, യഹോവയുടെ തന്നെ അനീതി പ്രവർത്തിച്ച ആൾക്കാരായി. ആ പോക്ക് എവിടെ പോയി അവസാനിച്ചു? ദൈവത്തെ വിട്ടുപോയാൽ നിലനിൽപ്പില്ലെന്നറിയാമല്ലോ. BC 721 അസീറിയൻ ചക്രവർത്തി വന്ന് അടിച്ച് നിരപ്പാക്കി എല്ലാത്തിനെയും കൊണ്ടുപോയി. അങ്ങനെ അതോടുകൂടി 10 ഗോത്രങ്ങൾ നാമാവശേഷമായി. വടക്ക് ദിശ ഇല്ലാണ്ടായി. നമ്മൾ പഠിച്ചിട്ടുള്ളല്ലോ. ഇത്ര മനോഹരമായ ചില സംഭവങ്ങൾക്ക് നമുക്ക് തന്നെ അറിയാം. യോനായുടെ ചരിത്രം അറിയാൻ പാടില്ലേ? യോനായോട് ഈ പറയുന്ന അസീറിയയുടെ തലസ്ഥാനമായ നിനിവയിൽ പ്രസംഗിക്കാൻ പറയുമ്പോൾ പോകാതിരുന്നതിൻ്റെ കാരണമില്ല. കാരണം ഇവരെ കീഴടക്കിയ ശത്രുക്കളാണ് അവർ നശിച്ചു പോകണമെന്ന് യോന ആഗ്രഹിച്ചു. പക്ഷേ ദൈവം ആഗ്രഹിച്ചില്ല. ദൈവം തൻ്റെ മക്കളെ എല്ലാവരെയും എല്ലാ മതത്തിൽപ്പെട്ടവരെയും സ്വന്തം മക്കളായിട്ട് കണ്ടതുകൊണ്ട് നിനിമയിൽ പോയി പശ്ചാത്താപം പ്രസംഗിക്കാൻ പറഞ്ഞിട്ട് പോയില്ല. അവസാനം പോകേണ്ടി വന്ന് നമുക്കറിയാം. കഥ ആവർത്തിക്കുന്നില്ല. അതാണ് ഈ നിനിവ എന്ന് പറയും. താൻ അസീറിയയുടെ തലസ്ഥാനം. അവിടെ എൻ്റെ നേതാവ് സന്നാച്ചേരീബ് അവസാനം പരാജയപ്പെട്ടു പോകുന്നതാണ്. 1,85,000 പട്ടാളക്കാർ ഒറ്റ രാത്രി കൊണ്ട് കർത്താവ് നാമാവശേഷമാക്കി. നേരം വെളുത്ത പോറിന് എണീറ്റില്ല. ഈ സന്നാച്ചേരീബിനെ തന്നെ തൻ്റെ പുത്രന്മാർ തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പുറകെ കൂടെ ചെന്ന് വധിച്ചു. അപ്പോൾ അവിടെ അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ യൂദായും ബെന്യാമിനും മാത്രമായിട്ട് ജെറൂസലേമിനെ കേന്ദ്രീകരിച്ചുള്ള യൂദ എന്ന രാജ്യം നിലനിൽക്കുകയാണ്. ഇവിടെ 2 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അസീറിയൻ്റെ ആ ആക്രമണത്തിൽ വടക്കൻ ഇസ്രായേൽ ഇല്ലാണ്ടായി. പിന്നെ ഭൂമുഖത്തുണ്ടായിട്ടില്ല. അതാണ് ഇപ്പം പറഞ്ഞ ചില ചരിത്രരേഖകൾ പറയുന്നതുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് ചെതറിയിട്ട് ഇന്ത്യയിലൊക്കെ ചെന്നാണ് പറയുന്നത്. വടക്കേ ഇന്ത്യയിൽ ഇപ്പോഴും അത് ചില വിഭാഗങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അന്ന് ചെതറിപ്പോന്ന യഹൂദൻ്റെ ഒരു വംശത്തിൻ്റെ അംശങ്ങൾ അവിടെയെല്ലാം മന്നാസ്യയും എന്നൊക്കെ പറഞ്ഞ ചില വിഭാഗങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. കുടിയേറ്റം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ യൂദ എന്ന് പറയുന്ന രാജ്യം അത് കുറേ സമാധാനപരമായ, കാരണം ജെറൂസലേം നടുക്കുണ്ട്. ജെറൂസലേം നടുക്കുള്ളപ്പോൾ ആരാധന കൃത്യമായിട്ട് നടക്കുന്നു. മറ്റിടത്ത് ആരാധന പോയി. ജെറൂസലേമിലേക്ക് ആളുകൾ പോകാതിരിക്കാൻ വേണ്ടി അവിടുത്തെ രാജാക്കന്മാരെല്ലാം മലയുടെ മുകളിലും മരത്തിൻ്റെ ചുവട്ടിലും വിഗ്രഹങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ജെറൂസലേമിലേക്ക് പോകരുത്. നിയമം എന്താണ്? ആരാധന ജെറൂസലേമിൽ മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ്. ആ നിയമം മുഴുവൻ ലംഘിച്ചു. ജെറൂസലേമിലേക്ക് പോകാതിരുന്നപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ആ വെളിപാടിൻ്റെ സത്യങ്ങളൊക്കെ മാഞ്ഞുപോയി, നഷ്ടപ്പെട്ടുപോയി. സമറിയ തടസ്സം. അതുകൊണ്ടാണ് ആ സമറിയക്കാരി സ്ത്രീ ഈശോയുടെ അടുത്ത് വന്നുകൊണ്ട് അത്ഭുതപ്പെട്ട് പറയുക, നീ എങ്ങനെ ഈ സമറിയക്കാരോട് സംസാരിക്കുന്ന? നിങ്ങൾക്ക് ഞങ്ങളോട് ശത്രുതയല്ലേ എന്ന് ചോദിക്കുന്ന ആ സംഭാഷണം നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. അപ്പം അങ്ങനെ അവർ തകർന്ന് തരിപ്പണമായി. ജെറൂസലേമിലേക്ക് പോകാതിരുന്നത് കൊണ്ടും ബ്ലോക്ക് ചെയ്തതുകൊണ്ടും. കാരണം ജെറൂസലേമിലേക്ക് പോയാൽ അവിടെയുള്ള രാജാവിനോട് അഫിനിറ്റി ഉണ്ടാകുമെന്ന് തിരിഞ്ഞ് മനസ്സിലാക്കിയ രാജാക്കന്മാരെ തടഞ്ഞു. ഇവിടെ ജെറൂസലേം നിലനിൽക്കുന്നത് കൊണ്ട് കുറേ 2 നൂറ്റാണ്ട് കാലം കൂടി സംഗതി മുമ്പോട്ട് പോയി. ജെറൂസലേം തകർക്കപ്പെടുകയില്ല എന്നൊരു വിശ്വാസമില്ലുണ്ടായി. അസീറിയൻ ആക്രമണം വന്നിട്ട് ജെറൂസലേമിനെ ബാധിക്കാതെ പോയി. അപ്പോൾ ജെറൂസലേം ദൈവത്തിൻ്റെ നഗരമാണ്. പക്ഷേ ജെറമ്യ നേരെ തിരിച്ചു പറഞ്ഞു, തകർക്കപ്പെടുമെന്ന് തന്നെ പറഞ്ഞു. തകർക്കപ്പെടുമെന്ന് പറഞ്ഞു, ഇല്ലാണ്ടായിത്തീരും. അങ്ങനെ അവരും പോകുന്ന അവസരത്തിൽ അവരിലേക്കും ഭൗതികത കടന്നു വന്നു. ഭയങ്കരമായി യഹോവയ്ക്ക് വിരുദ്ധമായ ജീവിത ശൈലി കടന്നു വന്നപ്പോൾ അവിടെയുള്ള പ്രവാചകന്മാർ, ഏശയ്യാ പ്രവാചകനൊക്കെ കടന്ന് സംസാരിക്കുന്നത് അങ്ങനെയാണ്. കൃത്യമായിട്ട് ചെന്ന് പറഞ്ഞു, പോക്ക് തെറ്റാണ്. യെരമ്യാ പ്രവാചകൻ അതിഭയങ്കരമായ രീതിയിൽ സംസാരിച്ചു. പക്ഷേ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. യെരമ്യാ തന്നെ ഒരുപാട് സഹിച്ചു. അദ്ദേഹം തന്നെ തിരിഞ്ഞെന്ന് കർത്താവിനോട് പറയും, നീ മിടുക്കനാ, നീ എന്നെ പറ്റിച്ചു. ഞാൻ വാ തുറക്കുമ്പോഴൊക്കെ കലഹം, കൊലപാതകം എന്ന് തന്നെ വിളിച്ചു പറയുന്നത്. കാരണം വരാൻ പോകുന്ന യുദ്ധമാണ്. അതുകൊണ്ട് ഇനി നിന്നെക്കുറിച്ച് മേലിൽ ഞാൻ മിണ്ടില്ല. ഞാൻ ശപഥം ചെയ്യുക, പറയില്ല. എനിക്ക് പറയാൻ പേടിയാണ്. പറയുമ്പോൾ ഞാൻ തന്നെ അടി തല്ലുകൊള്ളുക. എന്നിട്ട് ഉടനെ തിരിഞ്ഞെന്ന് പറയുക, പക്ഷേ അസ്ഥിയിൽ പൂട്ടപ്പെട്ട അഗ്നി പോലെ നിൻ്റെ വചനം എനിക്ക് അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിരന്തരമായിട്ട്, എന്നിട്ട് നിരാശനായി ഡിപ്രസ്ഡ് ആകുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ജീവിതത്തിൽ ജനത്തെ നയിക്കാൻ ചുമതലപ്പെട്ടവരെ നിരാശപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാകാം. കാരണം ജനം ശ്രദ്ധിക്കുന്നില്ല, ജനം മറ്റു വഴിക്ക് പോവുകയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, വെറുതെ ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഫലമില്ലാത്ത സാഹചര്യം ഉണ്ടാകാം. ഇന്നെങ്കിൽ നമുക്ക് ദേവാലയത്തിൽ ഇത്ര ആളുകളുണ്ടല്ലോ, കേൾക്കുന്ന ആളുകളുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇല്ലാത്ത സാഹചര്യം വരാം. അവസാനത്തെ എന്ത് ചെയ്തു? ഞാൻ ഉണ്ടായ ദിവസം ശപിക്കപ്പെട്ടു പോകട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഉണ്ടായ ദിവസം ശപിക്കപ്പെട്ടു പോകട്ടെ. നിനക്കൊരു ആൺകുട്ടി ജനിച്ചു എന്നതിൻ്റെ അപ്പനോട് എന്ന് പറഞ്ഞവനും ശപിക്കപ്പെട്ടു പോകട്ടെ. അമ്മയുടെ ഉദരത്തിൽ വെച്ച് അവനെന്തുകൊണ്ട് എന്നെ കൊന്നു കളഞ്ഞില്ല? ഇത് കാണാനാണ് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് ചോദിച്ചുകൊണ്ട് അന്ന് ബാലനായിരുന്നപ്പോൾ വിളിച്ച ദൈവത്തോട് മുമ്പിൽ ശണ്ട കൂടുന്ന യെരമ്യ കാണുന്നുണ്ട്.
പക്ഷേ ജെറമിയ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. ബാബിലോൺ ചക്രവർത്തി കടന്നു വന്നു, സെദേക്കിയ രാജാവിനെ പിടിച്ചു കെട്ടി, അദ്ദേഹത്തിന് കണ്ണ് ചുഴന്നെടുത്ത് എല്ലാത്തിനെയും കൊണ്ട് നേരെ വിപ്രവാസത്തിലേക്ക് പോയി. അതുവരെയുള്ള ഭാഗങ്ങളാണ് രാജാക്കന്മാർ ചരിത്രത്തിൽ കാണാൻ പോകും. കണ്ടല്ലോ, നമ്മുടെ ചിത്രം വളരെ വ്യക്തമല്ലേ? അപ്പോൾ ഈ ഓരോ ഭാഗം എടുക്കുമ്പോഴും ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഭാഗങ്ങളാണ്. ഓരോ ഘട്ടങ്ങളിലും അത് വാസ്തവത്തിൽ സന്ദേശം പേറുന്നതാണ്. ഓരോ ചരിത്ര സംഭവങ്ങളിലും നമുക്ക് അവിടെ താരതമ്യം ചെയ്യാവുന്നതാണ്. നമുക്കിപ്പം വേണം എടുത്ത് കൃത്യം നമ്മുടെ സഭയുടെ പ്രത്യേക സാഹചര്യം, ഹിസ്റ്റോറിക്കൽ രക്ഷാ ചരിത്രത്തിൻ്റെ കോണ്ടാക്റ്റിൽ എങ്ങോട്ടാണ് അടുത്ത് നിൽക്കുന്നത് താരതമ്യം ചെയ്താൽ വളരെ കൃത്യമായിട്ട് ഉത്തരം കിട്ടും വരാൻ പോകുന്നത് എന്താണ് എന്ന്. അതുകൊണ്ടാണ് വഴി നടത്തൽ ഉണ്ടാകുക എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും പുതിയ കാര്യമൊന്നുമില്ല. കർത്താവിൻ്റേതാണ് സഭ. ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യപ്പെടാവുന്നതാണ്. അപ്പം നമ്മൾ അതിലേക്ക് വീണ്ടും തിരികെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രധാനപ്പെട്ട സംഗതി ഞാൻ പറഞ്ഞതുപോലെ ഈ രാജാക്കന്മാർ ചരിത്രത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. BC 721 ആ അസീറിയൻ ആക്രമണത്തിന് വിധേയമാകുന്നതും BC 587 ഇവിടെ ബാബിലോൺ ചക്രവർത്തി വന്ന് ഭയങ്കരമായിട്ട് തകർക്കുന്നതൊക്കെയുള്ള ഭാഗങ്ങൾ. അപ്പോൾ സോളമിൻ്റെ ആ ജീവിതകാലം 40 വർഷക്കാലത്തോളം. അപ്പോൾ ഈ 19 രാജാക്കന്മാർ വടക്കൻ ഇസ്രായേൽ ആരും തന്നെ കർത്താവിന് വിശ്വസ്ത പുലർത്തിയില്ലെങ്കിൽ മറ്റേ യൂദായുടെ നിരയിൽപ്പെട്ട രാജാക്കന്മാരിൽ 8 പേരോളം നല്ലവരായെന്ന് പറയുന്നുണ്ട്. അതിൽ 2 പേരെ വളരെ നല്ലതായിട്ട് പറയുന്നത്. 2 പേരിൽ നിന്ന് ഹെസക്കിയായും ഒന്ന് ജോസിയായുമാണ്. ജോസിയ രാജാവാണ് ഒരുപാട് നവീകരണങ്ങൾ നടത്തിയത്. അദ്ദേഹമാണ് ഈ വന്ന അതിഭയങ്കരമായ രീതിയിൽ ദേവാലയം പുനരുദ്ധരിക്കാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ ഭിത്തിക്കുള്ളിൽ നിന്ന് നിയമാവർത്തന പുസ്തകം കണ്ടെത്തുകയും അതിനനുസരിച്ച് നവീകരണം നടത്തുകയും ചെയ്ത ആരാധനയൊക്കെ ജെറുസലേമിലേക്ക് കേന്ദ്രീകരിച്ചത് ജോസിയ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഏലിയായും എലീഷായും ഒക്കെ കാലഘട്ടത്തിൽ കടന്നു വരുന്നത്. ഏലിയായുടെ കാര്യം ഞാൻ പറഞ്ഞു. ഏലിയായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന എലീഷായുടെ കാര്യം പറയുണ്ടായി. വളരെ സുദീർഘമായ വിവരണങ്ങളാണ്. 2 മറ്റു കുറേ ചെറിയ പ്രവാചകന്മാരുണ്ട്. ദീർഘമായ ആ പ്രവാചകം ആ കാലഘട്ടത്തിൽ എന്താ വാസ്തവത്തിൽ നോക്കുന്നത് 2 സംവിധാനങ്ങളാണ്. ഒന്ന് രാജാവിന് മൂലം എന്താണ് സുരക്ഷിതത്വം കൊടുക്കുക, ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുക, മനുഷ്യൻ്റെ സമ്പൽ സമൃദ്ധി സംരക്ഷിക്കുക. ഇതൊക്കെയാണ്. പ്രവാചകൻ്റെ ചുമതല എന്താണ്? രാജാവിനെയും ജനത്തെയും നേരായ വഴിക്ക് നയിക്കുക, തെറ്റിൽ പോയാൽ തിരുത്തുക. ഇതാണ് പ്രവാചക ധർമ്മം എന്ന് പറയും. ഈ ധർമ്മം തന്നെ എല്ലാ കാലത്തും ആവശ്യമുള്ള കാര്യം.